അസ്സലാമു അൽഹംദുലില്ലാ. എല്ലാ വർഷത്തെയും പോലെ ബഹുമാനപ്പെട്ട ഉസ്താദ് എം നൗഷാദ് ബാക്കവി അവർകൾ അൽ ബയാൻ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഈ വർഷം ബഹുമാനപ്പെട്ട ഉസ്താദ് നമുക്കായി പറഞ്ഞു തരുന്നത് ബിലാൽ റളിയല്ലാഹു അൻഹയുടെ ചരിത്രമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. കരുണക്കടലായ റബ്ബേ, ഈ വിശുദ്ധ റമളാനിൻ്റെ ഈ അൽബയാൻ നീ സ്വീകരിക്കണം റഹ്മാനെ. അതിനുവേണ്ടി ഞങ്ങൾ പഠിച്ച സമയം, ഞങ്ങളത് തയ്യാറാക്കിയ സമയം, അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്ത പ്രിയപ്പെട്ടവർ, അവരെയൊക്കെ നീ എല്ലാവിധ അഭിവൃദ്ധിയിലും നിറയ്ക്കണം റഹ്മാനെ. ഈ പ്രോഗ്രാമിന് വേണ്ടി റമളാനിൻ്റെ ഈ രാത്രി ഒരുമിച്ച് കൂടിയ നമ്മുടെ സഹോദരിമാർ, സഹോദരങ്ങൾ എല്ലാവരെയും നീ അനുഗ്രഹിക്കണം. അവരുടെ വിഷമങ്ങളൊക്കെ മാറ്റി റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്ന ഒരു അവസ്ഥ നീ കൊടുക്കണം റഹ്മാനെ. സ്വല്ലി അലൻ നബി മുഹമ്മദിൻ വ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജയ്ഹിന്ദ് ടി വിയിലെ പ്രിയങ്കരരായ സ്നേഹസമ്പന്നരും ദീനീ തൽപരരും പഠനത്തിനു വേണ്ടി ദാഹിച്ച് ചരിത്രത്തിനു വേണ്ടി ആർത്തിയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങൾക്ക് അൽ ബയാനിൻ്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും നിൽക്കുന്നത് ബിലാലുൽ മുഅദ്ദിൻ എന്ന് പറയുന്ന അടിമയുടെ യാത്രയിലാണ്. നമുക്കറിയാം, യാത്ര എന്ന് പറയുന്നത് മനസ്സിന് വല്ലാത്ത സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു എന്ന അടിമയെ സംബന്ധിച്ചിടത്തോളം കച്ചവടത്തിന് വേണ്ടിയാണ് സിറിയയിലേക്ക് പോകുന്നതെങ്കിലും അത് ജീവിതത്തിലെ വലിയ സന്തോഷത്തിൻ്റെ ഒരു യാത്രയായിരുന്നു. കാരണം അടിമപ്പാളയത്തിൽ ആട്, മാട്, ഒട്ടകങ്ങൾ, ചപ്പ്, ചവറുകൾ, കൂനകൾ, അതിനിടയിൽ കിടന്ന ബിലാൽ, എന്നും അടിയും മിടിയും ശകാരവും മാത്രം കേട്ടിരുന്ന ബിലാലിന് 2 ദിവസത്തേക്കൊരു സമാധാനം. ഒട്ടകക്കൂട്ടങ്ങളോടൊത്ത് കുറച്ചൊക്കെ ജോലി ചെയ്താലും ഒന്നിരുന്ന് യാത്ര ചെയ്യാമല്ലോ. അങ്ങനെ മനോഹരമായ യാത്രയാണ്. നല്ല നല്ല സ്ഥലങ്ങളാണ് കാണുന്നത്. അരുവിയും കാടും മലകളും ഒക്കെ താണ്ടി മരുഭൂമി ചില ഭാഗത്ത് പുഴകൾ, ചില ഭാഗത്ത് കാടുകൾ, മേടുകൾ, ഇങ്ങനെ മനോഹരമായ യാത്ര പോകുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഈ ഭൂമിക്ക് ഇത്ര ഭംഗിയുണ്ടായിരുന്നു, ഈ പ്രപഞ്ചത്തിന് ഇത്ര സൗന്ദര്യമുണ്ടായിരുന്നു, ഞാനിതുവരെ കണ്ടില്ലല്ലോ. അടിയും കൊണ്ട് അടിമപ്പാളയത്തിൽ കരയാനല്ലേ ഈ പാവപ്പെട്ടവന് വിധിയുള്ളൂ. കരഞ്ഞുകൊണ്ട് ബിലാൽ അറിയാതെ ഒരു പാട്ട് പാടിപ്പോയി. കരഞ്ഞുകൊണ്ട് അറിയാതെ ഒരു പാട്ട്, ആരും പാടാൻ പറഞ്ഞതല്ല, പക്ഷെ ബിലാൽ പാട്ടുകാരനായിരുന്നല്ലോ, ബിലാലിന് പാടാൻ ഇഷ്ടമായിരുന്നല്ലോ. അതുകൊണ്ട് അറിയാതെ ഒരു പാട്ട് പാടിയപ്പോൾ ആ പാട്ട് തീർന്നതും പുറകിൽ നിന്ന് ഒരാൾ തൻ്റെ ശരീരത്തിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് പറഞ്ഞു, വളരെ നന്നായിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു പാട്ട് ഞാൻ കേട്ടിട്ടില്ല, നല്ല ശബ്ദമാണ് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത്. ഇത് പറഞ്ഞപ്പോൾ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് ആ അഭിനന്ദിച്ച മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, നിങ്ങൾ ആരാണ്? എത്ര പാട്ടുകൾ ഞാൻ പാടി, 100 കണക്കിന് പാട്ടുകൾ ഞാൻ പാടി. എൻ്റെ പാട്ട് കേട്ട് അടിമ സ്ത്രീകൾ നൃത്തം ചെയ്തു. എൻ്റെ പാട്ട് കേട്ട് യജമാനൻ പുളകിതരായി. എൻ്റെ പാട്ട് കേട്ട് ഉമയ്യത്തെന്ന് പറയുന്ന യജമാനൻ കോടികൾ വാരി വിതറി യജമാനന്മാർക്ക്, യജമാനത്തിമാർക്ക്. പക്ഷേ ഒരിക്കൽ പോലും എന്നെ നോക്കിയിട്ട് നിൻ്റെ പാട്ട് നന്നായിട്ടുണ്ട് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. ഞാൻ പാട്ടുപാടി ഭക്ഷണം കഴിക്കാതെ കിടക്കുമ്പോഴും എൻ്റെ മുമ്പിൽ ഒന്നും അറിയാതെ കിടന്ന നായക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നത് കണ്ട് ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ നിങ്ങളാരാണ്? എൻ്റെ പാട്ടിൻ്റെ 4 വരി കേട്ടപ്പോഴേ എന്നെ അഭിനന്ദിച്ച് എന്നെ സന്തോഷിപ്പിച്ച് ഇന്നുവരെ എൻ്റെ ശരീരത്തിൽ ആരും തൊട്ടു നോക്കിയിട്ടില്ല.
തൊടുന്നവരൊക്കെ ഈ വൃത്തികേടിൽ തൊടുന്നത് പോലെ കൈ കഴുകുമായിരുന്നു. ഉമയ്യത്ത് അങ്ങനെയായിരുന്നു. എൻ്റെ ശരീരത്ത് ഉമയ്യത്ത് എന്ന യജമാനൻ അറിയാതെയെങ്കിലും തൊട്ടുപോയാൽ വെള്ളമൊഴിച്ച് കഴുകുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആരാണ്? എൻ്റെ ശരീരത്തിൽ തൊട്ടിട്ട് നിങ്ങൾ പറയുന്നു നല്ല പാട്ടാണെന്ന് പറയുന്നു. നിങ്ങൾ ആരാണ്? ആ മനുഷ്യനെ നമുക്കറിയണ്ടേ സഹോദരിമാരെ? പാവപ്പെട്ടവരെ ഇങ്ങനെ തൊട്ട് തലോടി സ്വീകരിക്കുന്ന മനുഷ്യനെ നമ്മൾ തിരിച്ചറിയണ്ടേ? നമ്മൾ മുസ്ലിങ്ങളല്ലേ? ആ വന്നയാൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. നമ്മൾ ഇങ്ങനെ കൂട്ടുകൂടാൻ പഠിക്കണം. ഇന്ന് നമുക്കിടയിൽ നമ്മുടെ സഹോദരിമാർ പാവങ്ങളോട് ഒരു അവഗണനയാണ്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് കാസർഗോഡ് നിന്ന് ഒരു മരച്ചുവട്ടിലിരുന്ന് കാല് രണ്ടും പഴുത്ത് ദുർഗന്ധം വന്നിട്ട് പിരിവ് ചോദിക്കുന്ന ഒരാളെ കണ്ടു. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ സഹായത്തോടു കൂടി ഞാൻ നടത്തുന്ന സ്നേഹസാഗരം, ആ സ്നേഹസാഗരത്തിലേക്ക് ആ പിതാവിനെ കൊണ്ടുവന്നു. അയാളുടെ മുറിവിൽ നമ്മുടെ ചെറുപ്പക്കാർ തൊടുന്നു, അയാൾക്ക് മരുന്ന് വെച്ച് കൊടുക്കുന്നു, അയാൾക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നു. അയാൾ ചോദിക്കുകയാണ്, നിങ്ങൾ എൻ്റെ ആരാണ്? എൻ്റെ മക്കളല്ല, എൻ്റെ സഹോദരങ്ങളല്ല. ആരും നോക്കാതെ ആ മരച്ചുവട്ടിലിരുന്ന് പുഴുത്തു മരിച്ചു പോകേണ്ട എനിക്ക് നിങ്ങൾ മരുന്ന് വെച്ച് സ്നേഹിച്ച് സുഗന്ധം പുരട്ടി ഡ്രസ്സ് ധരിപ്പിച്ച് തരുമ്പോൾ നിങ്ങൾ ആരാണ്? അവരോട് നമുക്ക് പറയാനുള്ളത്, നമ്മൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അനുയായികളാണ്. നമ്മൾ മുറിവിൽ തൊടുന്നവരാണ്. നമുക്ക് പകർച്ചവ്യാധിയെ പേടിയില്ലാത്തവരാണ്. സാധുക്കളുടെ മലവും മൂത്രവും വേണ്ടി വന്നാൽ എടുക്കുന്നവരാണ്. നമ്മൾ കരുണയുള്ളവരാണ്. ഇത് യഥാർത്ഥ മുസ്ലിങ്ങളാണ്. പക്ഷേ ഇന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് ആളുകളോട് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പരിസരത്ത് രോഗികളുണ്ട്. ഈ റമദാനായിട്ട് നമ്മൾ അവരെ പോയി കണ്ടോ? സുഖമില്ലാതെ കിടക്കുന്ന ഉമ്മയെപ്പോലും ഒന്ന് തൊട്ടു നോക്കാൻ നമ്മൾ മടി വിചാരിക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു അബൂബക്കറിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു, എൻ്റെ ഈ കറുത്ത ശരീരത്ത് തൊടാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിട്ട്, ആ ബിലാൽ റളിയല്ലാഹുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ സ്നേഹിക്കുകയാണ്, നിൻ്റെ ശബ്ദം എനിക്കിഷ്ടമാണ്, നിൻ്റെ ശരീരം എനിക്കിഷ്ടമാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ കൈയും നിങ്ങളുടെ കൈയും ഒന്ന് ചേർത്ത് വെച്ച് നോക്കിയേ, നിങ്ങളുടെ കൈ പാലിൻ്റെ വെള്ള പോലെ വെളുത്തിരിക്കുന്നു, ഞാൻ കരിങ്കല്ല് പോലെ കറുത്തിരിക്കുന്നു. നിങ്ങൾ അബൂബക്കറാണ്, മക്കയിലെ ഉന്നത കുടുംബത്തിൽപ്പെട്ട മുതലാളിയാണ്. ഞാൻ ഉമയ്യത്തിൻ്റെ അടിമപ്പാളയത്തിലെ ഏറ്റവും താഴെയിൽ കിടക്കുന്ന അടിമയാണ്. എങ്ങനെ നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നു മുതൽ നീ എൻ്റെ കൂട്ടുകാരനാണ്. സിറിയയിലേക്ക് കച്ചവടത്തിന് പോവായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരു നല്ല കൂട്ടുകാരനെ കിട്ടി, ഒരു നല്ല സ്നേഹിതനെ കിട്ടി. പക്ഷേ ഈ സ്നേഹിതൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ഉപകാരമായോ ഉപദ്രവമായോ എന്ന് നമുക്ക് തിരിച്ചറിയണ്ടേ. ഇൻഷാ അല്ലാഹ് നമ്മൾ നാളെ 11 മണിക്കുള്ള അൽബയാനിലൂടെ പറയും. അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീക്ക് തരട്ടെ. ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. അസ്സലാമു അലൈക്കും. അൽബയാനിലെ ചോദ്യോത്തരവേളയിലേക്ക് എല്ലാ ദീനീ സ്നേഹികൾക്കും ഹാർദമായ സ്വാഗതം. കഴിച്ച ഭക്ഷണം ഇടയ്ക്കിടയ്ക്ക് വായിലേക്ക് തികട്ടി വന്നുകൊണ്ടിരുന്നാൽ എന്താണ് ചെയ്യുക? ഇത് നോമ്പിനെ ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുമോ? നാജിദ ഷെരീഫ് പത്തനംതിട്ട നിന്നുമാണ് ഈ ലെറ്റർ അയച്ചത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഈ ഭക്ഷണം ഇടയ്ക്കിങ്ങനെ ശരിക്ക് തികട്ടി വരാൻ ഒരു കാരണം ഉണ്ടാകുമല്ലോ. അങ്ങനെ വെറുതെ എപ്പോഴും ഒരു മനുഷ്യൻ കഴിക്കുമ്പോൾ അങ്ങനെ തികട്ടി പുറത്തേക്ക് വരികയില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഈ അത്താഴ സമയത്തൊക്കെ കഴിക്കുന്ന ഫുഡിൻ്റെ പ്രശ്നങ്ങളാണ്. നമ്മൾ ഈ റമദാനാണ്, പകൽ സമയത്ത് കുറച്ച് മണിക്കൂർ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ രാത്രി കാണിച്ചു കൂട്ടുന്ന വേലത്തരങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ വിഭവങ്ങളാണ് നമ്മൾ കഴിക്കുക? എത്രയോ എരിവ് കൂടിയതും കരിച്ചതും പൊരിച്ചതുമായിട്ട് ഒരു വലിയ വിഭവം തന്നെയാണ് നമ്മൾ വീട്ടിൽ നമ്മൾ രാത്രി പുലരുവോളം കഴിക്കുക. പിന്നെ പകൽ നമ്മളൊന്നും കഴിക്കാതിരിക്കുമ്പോൾ ഇത് തികട്ടി വരികയാണ്. അങ്ങനെ വരുമ്പോൾ മനഃപൂർവ്വം നമ്മൾ നമ്മുടെ ശരീരത്തിനോട് ദ്രോഹം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കുക. നമ്മൾ നോമ്പുകാരനാണ്, നമ്മൾ അങ്ങനെ ഒരുപാട് സ്പൈസി ഫുഡൊക്കെ രാത്രി ഇങ്ങനെ വാരി വലിച്ച് കയറ്റിക്കഴിഞ്ഞാൽ പകൽ സമയത്ത് എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് വിശ്രമിക്കാനോ എനിക്കൊന്ന് റാഹത്താകാനോ ഖുർആൻ ഓതാനോ അമൽ ചെയ്യാനോ ഒന്നും കഴിയില്ലല്ലോ എന്ന ഒരു ചിന്ത അവൻ്റെ മനസ്സിൻ്റെ അകത്ത് വേണം. പക്ഷേ ഇത് ഇങ്ങനെ ഭക്ഷണം തികട്ടി വന്നതുകൊണ്ട് അവൻ്റെ നോമ്പ് മുറിയുകയല്ല. കാരണം അവൻ ഉത്തരവാദിയല്ല. അവനിപ്പോൾ തലേ രാത്രി ഒരുപാട് ഭക്ഷണം കഴിച്ചാലും ചിലപ്പോൾ ഇനി അങ്ങനെ കഴിച്ചില്ലെങ്കിൽ തന്നെയും ചില ശരീരങ്ങൾക്ക് ഇങ്ങനെ ഒരു തികട്ടലുണ്ടാവാം. പക്ഷെ അത് അവൻ മനഃപൂർവ്വമല്ലാത്തത് കൊണ്ട് തന്നെ അവൻ്റെ നോമ്പിനെ ബാധിക്കുകയില്ല. പക്ഷേ അത് തികട്ടി പുറത്തേക്ക് വരുന്ന വായിലേക്ക് വരുന്ന
നമ്മുടെയൊക്കെ തെക്കൻ കേരളത്തിൻ്റെ ചില നാടുകളിലൊക്കെ കുടിനീര് മുക്കുക എന്നൊക്കെ പറയലുണ്ട്. വായിലേക്ക് അതിൻ്റെ നീര് എരിവോടുകൂടി പുറത്തു വന്നിട്ട് അത് തുപ്പിക്കളയാതെ അതിനെ തിരിച്ചിറക്കിയാൽ തീർച്ചയായിട്ടും നോമ്പ് മുറിയും. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നോമ്പെന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഒരു 6:30 മണി ആവട്ടെ, അതൊക്കെ അള്ളാഹു സ്വീകരിച്ചോളാം, നമ്മൾ പട്ടിണി ഇടുന്നതല്ല, അങ്ങനെയൊന്നും അള്ളാഹു സ്വീകരിക്കുന്നവനല്ല. നമ്മൾ ശ്രദ്ധിക്കാൻ പറഞ്ഞത് പൂർണ്ണമായി ശ്രദ്ധിച്ചെങ്കിലേ അള്ളാഹു സ്വീകരിക്കുള്ളൂ. ഏതായാലും ഞാൻ ഫുഡൊന്നും കഴിക്കുന്നില്ലല്ലോ, ഞാൻ കൃത്യമായി നിയ്യത്തൊക്കെ വെച്ചല്ലോ, അതുകൊണ്ട് പടച്ചോൻ സ്വീകരിച്ചോളും. അങ്ങനെ സ്വീകരിക്കാൻ അള്ളാഹ്ക്ക് നിൻ്റെ നോമ്പ് ആവശ്യമില്ല. അപ്പം നമ്മളതിൻ്റെ ഗൗരവത്തിൽ കാണണം. എൻ്റെ ഭക്ഷണം വാക്യകത്തേക്ക് തികട്ടി പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തുപ്പിക്കളയണം. അതിന് ഛർദി എന്ന രീതിയിൽ തന്നെയാണ് ആ പേര് പറയുക. അത് നമ്മൾ അകത്തേക്ക് ഇറക്കാൻ പാടില്ല. വെറുതെ തികട്ടി നമ്മൾ ഒരു ശബ്ദം പോലെ അല്ലെങ്കിൽ ഒരു എരിവ് പോലെയൊക്കെ തൊണ്ടയിൽ വന്നു, പക്ഷേ പുറത്ത് ഭക്ഷണ സാധനങ്ങളോ അതിൻ്റെ നീരോ ചാറോ ഒന്നും വന്നിട്ടില്ല എങ്കിൽ അൽഹംദുലില്ലാ അത് നോമ്പിനെ ബാധിക്കില്ല. പുറത്ത് വന്നാലും നോമ്പിനെ ബാധിക്കില്ല. വന്നതിനെ അകത്തിറക്കാതിരിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യം, രാത്രി കഴിക്കുന്ന ഫുഡ്, അത്താഴത്തിന് കഴിക്കുന്ന ഫുഡ് പകൽ സമയത്ത് നമുക്കെന്താണ് ശരീരത്തിന് കേടില്ലാത്ത ഫുഡായിരിക്കുക. ചില ആളുകൾക്ക് വല്ലാത്ത നെഞ്ചരിപ്പായിരിക്കും. അതായത് അത്താഴത്തിനൊക്കെ ഈ ഏത്തപ്പഴമൊക്കെ ഇങ്ങനെ തുലിച്ചടിക്കുക, ആരോഗ്യം നാളെ പകൽ വേണ്ടേ, നമുക്കൊന്നും സംഭവിക്കാൻ പോണില്ല. ഒരു രാത്രി നമ്മൾ ഫുഡ് നിയന്ത്രിച്ചിട്ട് പകൽ ഒരു ദിവസം ഫുള്ളൊന്നും കഴിക്കാതിരുന്ന നല്ല റാഹത്തും നല്ല ആരോഗ്യവുമാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് ഉണ്ടാവുക. നമ്മുടെ ഒരു തോന്നലുകളാണ് എന്ത് സംഭവിച്ചു പോകും എന്ന് പറഞ്ഞിട്ട് തോന്നലുകളാണ്. ഒരിക്കലും നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കരുത്. വളരെ ശ്രദ്ധിച്ചാൽ ഈ തികട്ടി വരലും ഛർദിയും ഒന്നും ഉണ്ടാവില്ല. ഇനി ഇങ്ങനെ ഉണ്ടായാൽ തന്നെ മനഃപൂർവ്വം അല്ലെങ്കിൽ നമ്മുടെ നോമ്പിനെ അത് ബാധിക്കുകയില്ല. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, പുറത്തു വന്നതിന് യാതൊരു കാരണവശാലും നമ്മൾ അകത്തേക്ക് ഇറക്കാതിരിക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഐഷ ബീവിയാണ്, പെരിങ്ങമല നിന്നും. നോമ്പായാൽ വീട്ടിൽ പലപ്പോഴും അതിഥികൾ കൂടും. ആ സമയത്ത് പാചകം ധാരാളമായി ചെയ്യേണ്ടി വരും. അപ്പോൾ രുചി നോക്കുവാൻ വേണ്ടി കറികളും മറ്റും നാവിൽ വെച്ച് നോക്കിയാൽ അത് നോമ്പിനെ ബാധിക്കുമോ? അതിഥി സൽക്കാരം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ സ്തുത്യർഹമായതും പുണ്യമേറിയതുമായ കാര്യമാണ്. അത് റമദാനിലാണെങ്കിൽ ഏറെ കൂലി കിട്ടും. കാരണം റമദാൻ അല്ലാത്തപ്പോൾ ചെയ്യുന്ന ഒരു നന്മക്ക് റമദാനിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന കൂലി ഇരട്ടിക്കിരട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആ വിഷയത്തിൽ ഒട്ടും പുറകിലോട്ട് പോകണ്ട. നിങ്ങളുടെ വീട്ടിൽ അതിഥികൾ വരട്ടെ, അവർക്ക് നിങ്ങളുടെ കൈകൊണ്ടുണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം, പണ്ടൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കി കൊടുത്തിരുന്നത്. ഇന്ന് എല്ലാം ഹോട്ടലാണ്. നെറ്റിലൂടെ നമുക്ക് ഓർഡർ ചെയ്താൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഹോട്ടലുകളിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഫുഡ് അവർക്ക് വേണ്ടിയിട്ട് വരുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നു. ഏതായാലും നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കി കൊടുക്കലാണ് വളരെ ഉചിതം. എന്നിട്ട് അവർ ദ്വാരക്കുമ്പോൾ പടച്ചവനെ ഈ ഭക്ഷണം ഉണ്ടാക്കിയവർക്ക് ബറക്കത്ത് ചെയ്യണമെന്ന് ദ്വാരക്കുമ്പോൾ ആ ദുആ നമുക്ക് കിട്ടും. അതല്ലാതെ അത് മറ്റു ഹോട്ടലുകൾക്കും അതിൻ്റെ പാചകക്കാർക്കും അല്ല ആ ദുആ കിട്ടേണ്ടത്, നമുക്ക് തന്നെയാണ്. അപ്പോൾ നമ്മളങ്ങനെ ചെയ്യുക. റമദാൻ മാസം ആകുമ്പോൾ കുറച്ച് നേരത്തെ തന്നെ നമ്മൾ ഒരുങ്ങേണ്ടി വരും. ഇന്ന് രാത്രി 10 മണിക്ക് അല്ലെങ്കിൽ 8 മണിക്ക് നമ്മുടെ വീട്ടിൽ കുറേ അതിഥികൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഉച്ച സമയം മുതലേ അതിനുവേണ്ടി തയ്യാറെടുക്കേണ്ടി വരും. പാചകത്തിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ അരിയുക, അതുപോലെ മറ്റ് സാധനങ്ങൾ റെഡിയാക്കുക. റമദാനിൻ്റെ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് തന്നെ വിഭവങ്ങൾ വീട്ടിനകത്ത് റെഡിയാവും. അപ്പോൾ ചിലതൊക്കെ നമുക്ക് സ്ഥിരം കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ചിലതിൻ്റെ ഉപ്പും മധുരവും എരിവും ഒക്കെ നമുക്ക് പാകത്തിന് മനസ്സിലിട്ടുണ്ടാവും. പക്ഷേ അതിഥികൾ വരുമ്പോൾ ചില വ്യത്യസ്തമായ വിഭവങ്ങൾ നമ്മൾ കൂടുതൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ആ വിഭവങ്ങളിൽ ചിലപ്പോൾ ഉപ്പും പുളിയും എരിവും ഒക്കെ കൂടിപ്പോകാനും കുറഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പാകത്തിനാണോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് നാം അതിൽ നിന്നൊരല്പം തൊട്ട് നമ്മുടെ നാവിൽ വെച്ച് രുചി നോക്കുന്നത് കൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ നോമ്പിന് അത് ഒരു തകരാറും വരുത്തുകയില്ല. അത് എത്ര തന്നെ ഒരു 10-20 കൂട്ടം കറികളുണ്ട്, ആ 20 കൂട്ടം കറികളിലും അങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ നോമ്പിന് എന്ത് പറ്റുകയില്ല, തകരാറ് പറ്റുകയില്ല. നോമ്പിന് തകരാറ് വരണമെങ്കിൽ ഈ കറി കൂട്ടിൽ നിന്ന് കുറച്ച് കാണാൻ പറ്റുന്ന പാകത്തിനുള്ള കുറച്ച് ഭാഗം നമ്മുടെ തൊണ്ടയിൽ നിന്ന് താഴേക്കിറങ്ങിയെങ്കിൽ മാത്രമാണ് നമ്മുടെ നോമ്പിനെ അത് ബാധിക്കുന്നത്. അത് തീർച്ചയായിട്ടും നമ്മുടെ സഹോദരിമാർ ശ്രദ്ധിക്കും എന്നെനിക്കറിയാം. ഏതായാലും നമ്മുടെ ആതിഥ്യ മര്യാദകളും ജനങ്ങളോടുള്ള നമ്മുടെ സ്നേഹവും വിശുദ്ധ റമദാൻ മാസത്തിൽ മറ്റുള്ളവർക്ക് മനോഹരമായി പാചകം ചെയ്തു കൊടുക്കുന്ന വിഭവങ്ങളുടെ പേരിലുള്ള നമ്മുടെ സഹകരണവും അള്ളാഹു സ്വീകരിക്കട്ടെ. പടച്ചവൻ അത് നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ഒരു ഈച്ച വായിലൂടെ അകത്തേക്ക് പോയാൽ നോമ്പ് മുറിയുമോ? ഈച്ചയാണ് എന്ന് ഉറപ്പില്ല, ഏതോ ഒരു ചെറിയ പ്രാണി. ഏതായാലും ആ നോമ്പ് കളാ വീട്ടേണ്ടത് ഉണ്ടോ? ഇത് ചോദിച്ചിരിക്കുന്നത് സലീമാണ്, മണക്കാട് നിന്നു.
ഏത് പ്രാണിയാകട്ടെ, ഇപ്പോൾ ചെറിയ എന്തെങ്കിലും കുഞ്ഞു പ്രാണികൾ, ഈച്ച പോലെ കൊതുക് പോലെ മറ്റെന്തെങ്കിലും ആവട്ടെ, നമ്മളാരും അതിനെന്ത് ചെയ്തിട്ടില്ല, മനഃപൂർവ്വം പ്രസ് ചെയ്തിട്ട് അകത്തേക്ക് കയറ്റി വിട്ടതല്ല. നമ്മൾ ഉറങ്ങുമ്പോഴോ നമ്മൾ പെട്ടെന്ന് യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ 2 വീലറിലൂടെ യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ അറിയാതെ മൂക്കിലേക്ക് അടിച്ച് കയറി അല്ലെങ്കിൽ വായിലേക്ക് അടിച്ച് കയറി പോയതാണ്. അങ്ങനെ ഒരു വസ്തു അകത്തേക്ക് പോയതുകൊണ്ട് നമ്മുടെ നോമ്പ് ഒരിക്കലും മുറിയുകയില്ല, നോമ്പ് ഒരിക്കലും ബാത്തിലാവുകയില്ല. പക്ഷേ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ക്രിയകൾ കൊണ്ട് ആണ് അകത്തേക്ക് പോകുന്നതെങ്കിൽ മാത്രമാണ് അത് നോമ്പിനെ ബാധിക്കുന്നത്. എന്നാലും പരമാവധി നമ്മൾ നോമ്പ് സമയത്ത് ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമളാനിൻ്റെ അമലുകളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ, ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാം. നമ്മൾ അത്താഴം കഴിക്കേണ്ടത് എപ്പോൾ, നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, അതുപോലെ തറാവീഹിൽ ഇടയിൽ നമ്മൾ എങ്ങോട്ടെങ്കിലും പോയിട്ട് തിരിച്ചു വന്ന് വീണ്ടും നിസ്കരിക്കാൻ കഴിയുമോ, നമ്മൾ കട്ടിയുള്ള ഉമിനീര് കുടിച്ചിറക്കിയാൽ നമ്മുടെ നോമ്പ് മുറിഞ്ഞു പോകുമോ, ഇഞ്ചക്ഷൻ ചെയ്താൽ അത് നോമ്പിനെ ബാധിക്കുമോ, അതുപോലെ ഒരുപാട് സംശയങ്ങൾ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സംശയങ്ങളൊക്കെ എഴുതി അയച്ച മുഴുവൻ ആളുകൾക്കും അവരുടെ സംശയങ്ങൾ മാറ്റി അറിവിൻ്റെ പ്രഭ ഇവിടെ ഹൃദയത്തിൽ അള്ളാഹു നിറച്ചു കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, പരിശുദ്ധ റമളാനിൻ്റെ 4ാമത്തെ തറാവീഹ് നമസ്കാരം നിസ്കരിച്ചാൽ നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്ന നേട്ടം എന്താണ്? റമളാനിൻ്റെ 4ാമത്തെ തറാവീഹ് നിസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു തരുന്നത് 4 കിതാബുകൾ പാരായണം ചെയ്ത പ്രതിഫലമാണ്. 4 കിതാബുകൾ എന്ന് പറഞ്ഞാൽ തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ, ഖുർആൻ. ഇപ്പോൾ ഖുർആൻ ഇറങ്ങിയതോടുകൂടി ബാക്കിയുള്ള 3 കിതാബുകൾ അസ്ഥിരപ്പെട്ടു പോയെങ്കിലും ഈ 4 കിതാബുകളും ഒരു മനുഷ്യൻ പാരായണം ചെയ്യുമ്പോൾ അതാത് പ്രവാചകന്മാരുടെ അണികൾക്ക് ആ പാരായണം ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രതിഫലം എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും പ്രതിഫലം ഈ 4ാമത്തെ തറാവീഹ് നമസ്കരിച്ച മനുഷ്യന് അള്ളാഹു തരുന്നതാണ്. നമ്മൾ ആലോചിച്ച് നോക്ക്, സ്ത്രീകൾക്ക് വീട്ടിൽ നിസ്കരിക്കാൻ ധാരാളം സൗകര്യങ്ങളുണ്ട്. ചില സ്ഥലത്തൊക്കെ പള്ളികളുടെ പിന്നെ മദ്രസ ഹാളിലൊക്കെ സ്ത്രീകൾക്ക് രാത്രി സ്ത്രീകൾ തന്നെ ഇമാമത്തിന് നിന്നുകൊണ്ട് വളരെ ഭംഗിയായി ആ ആരാധന നടന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് നമ്മൾ തറാവീഹിൽ നിന്ന് പിന്തിരിയുന്നു? വളരെ താല്പര്യപൂർവ്വം പള്ളികൾ നിറഞ്ഞു കവിയട്ടെ, പ്രാർത്ഥനകൾ സജീവമാകട്ടെ. റമളാനിൻ്റെ രാത്രികളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് ഒഴിവാക്കി പള്ളികൾ കേന്ദ്രീകരിച്ച് തറാവീഹ് അച്ചടക്കത്തോടുകൂടി നിർവഹിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്റുകൾ, ആ ദിക്റിൻ്റെ 4ാമത്തെ ശ്രേഷ്ഠത, 4ാമത്തെ പ്രതിഫലം എന്താണ്? നിരന്തരം ദിക്ർ, സ്വലാത്ത്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അത് കുറയ്ക്കരുത്, ചൊല്ലിക്കൊണ്ടേയിരിക്കുക. രാവിലെ 100, ഉച്ചയ്ക്ക് 100, അങ്ങനെ കണക്ക് വെച്ച് എത്ര കൊണ്ട് ചൊല്ലുക. നിസ്കാരങ്ങൾക്ക് പുറമെ നമ്മൾ ചൊല്ലാറുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അങ്ങനെ ചൊല്ലലുണ്ട്. ഇതിനൊക്കെ കിട്ടുന്ന 4ാമത്തെ കൂലി എന്താണ്? മനസ്സിന് അല്ലാഹു ശക്തി തരുന്നു എന്നതാണ്. നമ്മുടെ മനസ്സിനൊരു ശക്തി ഉണ്ടാവും. ദിക്ർ ചൊല്ലുന്നവർക്കൊരു മനക്കെട്ടി അല്ലാഹു കൊടുക്കും, അല്ലേ? ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ആളിപ്പടരുന്ന തീക്കുണ്ടാരത്തിലേക്ക് ശത്രുക്കൾ വലിച്ചെറിഞ്ഞപ്പോൾ ആ മനസ്സിന് കട്ടി എവിടെ നിന്നാണ് കിട്ടിയത്? ഇപ്പോൾ ഈ നമ്മൾ അൽബയാനിലൂടെ നമ്മൾ പഠിക്കുന്ന ബിലാൽ റളിയല്ലാഹുവിൻ്റെ ചരിത്രം, ഇനി കുറേ കഴിയുമ്പോൾ ബിലാലിനെ ഉമയ്യത്ത് ഉപദ്രവിക്കുന്ന രംഗങ്ങൾ വരും. ആ സമയത്ത് ആ ഉപദ്രവങ്ങൾ സഹിച്ചത് മനസ്സുകൊണ്ട് നിറഞ്ഞ ഹൃദയത്തോടുകൂടി പറയുന്ന അല്ലാഹു അഹദ് എന്ന ദിക്റാണ്. എവിടെയും നമുക്ക് മനസ്സിന് ശക്തി കിട്ടും. ഇപ്പോൾ ലേബർ റൂമിലേക്ക് പോകുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം തീരെ മനക്കട്ടി കുറഞ്ഞ സന്ദർഭമാണത്. പക്ഷേ അവിടെ മനഃശക്തി ആവശ്യമാണ്. ഒരു കുഞ്ഞിനെ, ഒരു ജീവനകത്ത് നിന്ന് അടുത്തൊരു ജീവനെ പുറത്തെടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അവിടെ മനഃശക്തി ആവശ്യമാണ്. അതുകൊണ്ടാണ് എല്ലാവരും ഉസ്താദ് എൻ്റെ മോള് ഗർഭിണിയാണ്, ദ്വാരക്കണം, എൻ്റെ ഭാര്യ ഗർഭിണിയാണ്, ദ്വാ ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അവിടെ ഈ പെണ്ണ് ചെല്ലേണ്ടത് ദിക്റുകളാണ്, ധാരാളം ദിക്റുകൾ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ നമ്മുടെ മനസ്സിന് കട്ടി കിട്ടും. ഇപ്പോൾ ബദർ യുദ്ധത്തിൻ്റെ ചരിത്രം നമുക്ക് പരിശോധിക്കാം. ആകെ 313 വരുന്ന പാവങ്ങൾ, ഒട്ടിയ വയറും പൊട്ടിയ വാളും മാത്രമേ അവർക്കുള്ളൂ. പക്ഷേ ശത്രുക്കളിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ ധാരാളം ഒരുമിച്ച് കൂടി എന്ന് പറഞ്ഞപ്പോൾ ഈ വിശ്വാസികളുടെ മനസ്സ് തളർന്നു പോയില്ല. ഖുർആൻ പറയുന്നു, വഖാലു ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്നാണ്. അവർ പറഞ്ഞു ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അള്ളാഹു മതി. ആ ദിക്ർ ഇങ്ങനെ നിരന്തരം ചൊല്ലിയപ്പോൾ മനസ്സിന് അള്ളാഹു ശക്തി കൊടുക്കുകയാണ്. ഒരാൾക്ക് ഒരു 100 ആളിൻ്റെ ശക്തിയും കഴിവും കട്ടിയും അള്ളാഹു മനസ്സിൽ കൊടുത്തു. നമ്മൾ ദിക്ർ ചൊല്ലുക, നമ്മൾ തളരില്ല. ആരെങ്കിലും സ്വാഭാവികമായി മാനസികമായി തളരുന്നു എങ്കിൽ ശരിക്ക് ദിക്ർ നമ്മൾ ചൊല്ലിയാൽ മതി. അള്ളാഹു നമുക്ക് നല്ല ഉയർച്ചയും വളർച്ചയും തരും. പടച്ചവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. 4ാമത്തെ ദിവസം, റമളാനിൻ്റെ 4ാമത്തെ രാവും പകലും നിങ്ങൾ ചൊല്ലുവാനുള്ള ദുആയാണ് പറയാൻ പോകുന്നത്. എഴുതിയെടുക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ഖവ്വിനി ലിഇഖാമത്തി അംരിക വർസുഖ്നി ഹലാവത ദിക്രിക വർസുഖ്നി ഹലാവത ദിക്രിക
അല്ലാഹുമ്മ ഖവ്വിനി, അല്ലാഹുമ്മ ഖവ്വിനി. ഖവ്വിനി എന്ന് പറയുന്നത് അറബിയിൽ 2 പുള്ളിയുള്ള ഖാഫാണ്. അല്ലാഹുമ്മ ഖവ്വിനി ലി ഇഖാമത്തി അംരിക, ലി ഇഖാമത്തി, അവിടുത്തെ ഖാഫും 2 പുള്ളിയുള്ളതാണ്. അല്ലാഹുമ്മ ഖവ്വിനി ലി ഇഖാമത്തി അംരിക വർസുഖ്നി ഹലാവത്ത ദിക്രിക, വർസുഖ്നി ഹലാവത്ത ദിക്രിക. അല്ലാഹുമ്മ ഖവ്വിനി, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഖവ്വിനി, എന്നെ ശക്തിപ്പെടുത്തണമേ, ലി ഇഖാമത്തി അംരിക, നിന്റെ കൽപ്പന നിർവഹിക്കുന്നതിന് എനിക്ക് നീ ശക്തി തരണമേ. തറാവീഹാകട്ടെ, നിന്റെ മറ്റ് കൽപ്പനകളാകട്ടെ, നിസ്കാരം, അതുപോലെ ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക, അങ്ങനെ തുടങ്ങി നീ എന്തൊക്കെ കൽപ്പിക്കുന്നുവോ അതൊക്കെ പ്രാവർത്തികമാക്കാനുള്ള ഖവ്വിനി, ശക്തി, ഖുവ്വത്ത് നീ എനിക്ക് നൽകണമേ. വർസുഖ്നി ഹലാവത്ത ദിക്രിക, നിന്റെ ദിക്റിൻ്റെ മധുരം എനിക്ക് നൽകണമേ. ഇപ്പോൾ നമുക്കൊരു കാര്യത്തിലൊരു മധുരമുണ്ടെങ്കിലാണ് ചെയ്യാൻ തോന്നുള്ളൂ. മധുരമില്ലെങ്കിൽ പിന്നെ മരുന്ന് കയ്പാണെങ്കിൽ നമുക്ക് അറപ്പ് തോന്നുന്നത് എന്താണ്? നമുക്ക് കയ്പുള്ളത് കൊണ്ടാണ്. മധുരമുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കിട്ടാൻ നമുക്ക് തോന്നും. അപ്പോൾ ദിക്റിനൊരു മധുരമുണ്ടെങ്കിൽ, നിസ്കാരത്തിനൊരു മധുരമുണ്ടെങ്കിൽ, ഖുർആൻ ഓതലിനൊരു മധുരമുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും ചെയ്യാൻ നമുക്ക് മനസ്സ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വർസുഖ്നി ഹലാവത്ത് ദിക്രിക, നിന്റെ ദിക്റിൻ്റെ മധുരം എനിക്ക് നൽകണേ റബ്ബേ. ഒന്നുകൂടി ആ ദുആ പറയാം. അല്ലാഹുമ്മ ഖവ്വിനി ലി ഇഖാമത്തി അംരിക, പടച്ചവനെ നിന്റെ കൽപ്പന നിർവഹിക്കാനുള്ള ശക്തി എനിക്ക് നൽകണം റഹ്മാനെ. വർസുഖ്നി ഹലാവത്ത ദിക്രിക, നിന്റെ ദിക്റിൻ്റെ മധുരം നീ എനിക്ക് നൽകണേ റഹ്മാനെ എന്നാണ്. അല്ലാഹു തആല പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അൽ ബയാനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ എല്ലാം എഴുതി അറിയിക്കുക. അൽ ബയാൻ, AM നൗഷാദ് ബാക്കവി, ദാറുൽ ഇഷ്ക്, തെണ്ണൂർക്കുളം, മുടപുരം PO, ചിറയൻകീഴ്, തിരുവനന്തപുരം. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനകളിൽ ഈ വിനീതനെയും സ്റ്റുഡിയോയിൽ ഇതിൻ്റെ വർക്കുമായി കൂടെ സഹകരിച്ചവരെയും ഉൾപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തി നാളെ ഇതേ സമയം ഇതേ പ്രോഗ്രാമുമായി ജയ്ഹിന്ദ് ചാനലിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വെറുമൊരു സമസ്യയല്ല ഈ ജീവിതം, വെറുതെ നൽകിയതല്ല ഈ ജന്മം. വെറുമൊരു സമസ്യയല്ല ഈ ജീവിതം, വെറുതെ